തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണം. ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതാവിനെതിരെ പരാമർശം. ലോൺ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്ന് വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ. DCC മെമ്പർ ജോസ് ഫ്രാങ്കിലിനെതിരെയാണ് ആരോപണം. തിരുവനന്തപുരത്ത് നിന്നും MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ട്. നെയ്യാറ്റിൻകര മുട്ടക്കട സ്വദേശി സുനിത കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ചുവെന്നാണ് ആദ്യം വന്ന വിവരങ്ങൾ. അതായത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. തുടർന്നാണ് അത്തരത്തിലുള്ള മരണം അല്ല എന്നുള്ള വിവരങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ആത്മഹത്യയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഇന്ന് പോലീസ് വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ഈ വീട്ടിൽ സുനിതയ്ക്കൊപ്പം 2 മക്കളും താമസിക്കുന്നുണ്ട്. സുനിതയുടെ മകനും മകളുമാണുള്ളത്. വീട്ടിൽ നിന്ന് 2 ആത്മഹത്യാക്കുറിപ്പാണ് കണ്ടെത്തിയത്. ഒന്ന് മകനും ഒന്ന് മകൾക്കുമുള്ള ആത്മഹത്യാക്കുറിപ്പാണ്. ഈ മകനുള്ള ആത്മഹത്യാക്കുറിപ്പിലാണ് തൻ്റെ ആത്മഹത്യയ്ക്ക് കാരണം അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവാണെന്ന് പറയുന്നതായി കുടുംബവും ഇക്കാര്യം ആരോപിക്കുന്നുണ്ട്. മകൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. മകനും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ അമ്മ ആത്മഹത്യനുണ്ടായ കാരണം ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രാദേശിക നേതാവും നെയ്യാറ്റിൻകര നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ചെയർമാനുമാണ്. അതുപോലെ തന്നെ DCC സെക്രട്ടറി കൂടിയാണ്. ജോസ് ഫ്രാങ്ക്ലിനെതിരെയാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉയരുന്നത്. കുടുംബവും ഈ ആരോപണത്തെ ശരിവയ്ക്കുകയാണ്. 3 മാസങ്ങൾക്ക് മുമ്പാണ് സുനിത വീടിൻ്റെ സമീപത്ത് ഇത്തരത്തിലൊരു ബേക്കറി ആരംഭിക്കുന്നത്. ബേക്കറിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം, അതായത് ലോണും മറ്റു കാര്യങ്ങളും ശരിയാക്കി കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നതായാണ് കുടുംബം പറയുന്നത്. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് മാനസികപരമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ഇദ്ദേഹം നടത്തിയെന്നും കുടുംബം ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നതായിട്ട് ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇത് കൃത്യമായി സംസാരിക്കണമെന്നും മകന് സുനിത എഴുതി വെച്ചിരുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. പോലീസ് ഇന്ന് നടത്തിയ പരിശോധനയിലും മറ്റുമാണ് ഈ ആത്മഹത്യാ വിവരങ്ങൾ പുറത്തു വരുന്നത്. കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. മകനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചതും. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ സുനിതയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ജോസ് ഫ്രാങ്ക്ലിൻ എന്ന പ്രാദേശിക നേതാവ്, കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവാണ്. ഇയാൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ വീട്ടമ്മ പരാമർശിച്ചിരിക്കുന്നത്.